ഇന്ന് പോകുന്നത് നമ്മൾ ചൂണ്ടപ്രേമി കൊണ്ടാട്ടോ. നമ്മുടെ SRTസിൻ്റെ ഗെയിം ഫിഷർ, നമ്മുടെ സ്വന്തം ബോട്ട്. ഇതിനകത്തല്ലേ നമ്മൾ മാർലിനൊക്കെ പോക്കി. അപ്പോൾ ഇപ്പോൾ ട്രിപ്പുകളൊക്കെ പോകുന്ന മറ്റേ ബോട്ടിലാണെങ്കിലും ഇടയ്ക്ക് ഇത് എടുക്കാറുണ്ട്, ഇതിൻ്റെ മോട്ടറൊന്ന് ഇത് ചെയ്ത് വെക്കണം. അതുകൊണ്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ കാണുന്നതാണ് ഫ്രോസ്റ്റ് ബൈറ്റിൻ്റെ ചില്ലി ബിൻ. ഒരു പക്ഷേ തായ്വാൻ മെയ്ഡ് ബെസ്റ്റ് ക്വാളിറ്റി ചില്ലി ബിനാണ്. അടിപൊളി ചില്ലി ബിനാട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ വാങ്ങിക്കണം. അലോഷേ, അപ്പോൾ ഓടി ഫിഷിനെ പിടിച്ചോണ്ട് വരട്ടെ? ലോട്ട്സ് ഓഫ് ഫിഷ് കിട്ടുമോ അപ്പക്ക്? ഓക്കെ, ഹൈ ഫൈ. അപ്പക്ക് ഉമ്മയുണ്ട? നമ്മൾ കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുമ്പോൾ ഒത്തിരി സുന്ദരമായ കുറേ കടൽ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറൊക്കെ പറഞ്ഞ മാതിരി കുറേ ഹഠാത് ആകർഷിക്കുന്ന കുറേ കാഴ്ചകൾ. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാഴ്ചയാട്ടോ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഡോൾഫിന്റെ ആയിരം വിളിയാണ്. ഇതാട്ടോ ഞാൻ പറഞ്ഞ സുന്ദരമായ കാഴ്ച. നിങ്ങൾ നോക്കി, ബോട്ടിൻ്റെ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് എന്തോരം ഡോൾഫിൻസാണ് അവർ എൻജോയ് ചെയ്ത് സ്വിം ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തൊടാം, അത്ര അടുത്താണ് നമ്മളുടെ അടുത്ത് അവർ ഇടപഴകുന്നത്. അത് മാത്രമല്ല കേട്ടോ, കടലിലെ ഒരു കഥ അനുസരിച്ച് ഈ ഡോൾഫിൻസ് പോകുന്ന മീനുള്ള ദിശയിലേക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു മീനുള്ള സ്ഥലത്തേക്ക് നമ്മൾ വിളിച്ചുകൊണ്ട് പോവുകയാണ് അല്ലേ. നമ്മൾ പലതരം ഫിഷിങ്ങിന് പോകാറുണ്ട്. അതിനകത്തൊരു കോൺസെപ്റ്റാണ് ടാർഗറ്റഡ് ഫിഷിംഗ്. ടാർഗറ്റഡ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർലിൻ ഫിഷിങ്ങിനൊക്കെ പോകുന്ന മാതിരി തന്നെ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുന്ന വേറെ ഒന്നിനും നമ്മൾ നോക്കില്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പോകുന്നത് ന്യൂസിലാൻഡിലെ യെല്ലോ ടെയിൽ കിങ് ഫിഷ് എന്നറിയപ്പെടുന്ന രാജാവ് എന്നറിയപ്പെടുന്ന മീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ യെല്ലോ ടെയിൽ കിങ് ഫിഷിനെ ജിഗ് ചെയ്ത് പിടിക്കുന്ന അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഈ കിങ് ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വേറെ 2 ടെക്നിക്സ് ഉണ്ട്. അതാട്ടോ നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 2 ടെക്നിക്സിൽ ലൈവ് ബൈറ്റിംഗ് ടെക്നിക്ക് ആട്ടോ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അടിപൊളി കിങ് അടിച്ചിട്ടുണ്ടോ? നമുക്ക് ലൈവ് ബൈറ്റ് മേന അടിച്ചേ. ഫസ്റ്റ് സ്പോട്ടിൽ നിർത്തി ഫസ്റ്റ് ലൈവ് ബൈറ്റ് ഇറക്കിയപ്പോൾ തന്നെ നമുക്ക് കിങ് ഫിഷ് അടിച്ചിട്ടോ. നമ്മൾ ടാർഗറ്റ് ചെയ്ത സാധനം അടിച്ചിട്ടുണ്ട്. He's not talking, yes, it is a king. He's coming. പക്ഷെ ന്യൂസിലാൻഡിൽ ഈ കിങ് ഫിഷ് നമ്മൾ ലീഗലായിട്ട് എടുക്കണമെങ്കിൽ 75 സെൻറ്റിമീറ്റർ ആണ്. 2-3 സെൻറ്റിമീറ്റർ കുറവായ നിയമപരമല്ലാത്ത കാരണം നമ്മളത് നേരെ വെള്ളത്തിലേക്ക് തിരിച്ചു വിടുകയാണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ വേറെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. How short? It's about 70 centimeters. Oh yeah. We'll put them back. Healthy fish. Get a bigger one. നിങ്ങളിപ്പോൾ കാണുന്ന മീനുകളില്ലേ, അത് കാണുമ്പോൾ ചെറിയ ബബിൾ പോലെ തോന്നുന്നുള്ളെങ്കിലും 2-3 കിലോ ഉള്ള ട്രിവേലിയാണ് നമ്മുടെ നാട്ടിൽ വറ്റ. അപ്പോൾ അവരിങ്ങനെ മേളിൽ കൂടെ ഇങ്ങനെ നടക്കാൻ കാരണം അവിടെ വൈറ്റ് ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലിൻ്റെയൊക്കെ പകുതിയോളമുള്ള വെള്ള കളറുള്ള ഒരു സാധനം, ചെറിയ മീൻ ആ വെള്ളത്തിൻ്റെ മേളിലുണ്ട്. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വാ തുറന്നു വെച്ചിട്ട് ഇത് എങ്ങനെ അതിൻ്റെ പിന്നാലെ നടക്കുന്നതാണ് ആ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കിങ് ഫിഷ് ഈ 2-3 കിലോ ഉള്ള മീനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ പതുങ്ങി നടക്കണം. അതിൻ്റെ ഇടയ്ക്ക് കിങ് ഫിഷ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ ട്രെയിനിനെ പിടിക്കാനല്ല വന്നത്. इधर हेड अप है. Maybe the gas into. Oh yeah. വന്നത് വെറുതെ ഇല്ല കേട്ടോ. നമ്മൾ ടാർഗറ്റ് ചെയ്ത് വന്ന സാധനം ഇതേ ബോട്ടിൽ കയറി. ഒരു 14 കിലോ ഉള്ള കിങ് ഫിഷ്. ലാലേട്ടൻ്റെ പുലിമുരുകൻ സിനിമയിലെ ഒരു ഡയലോഗ് നിങ്ങൾ ഓർക്കണ്ടോ? ഇര തേടി വരുന്ന പുലി കെണി തേടി വരില്ല, അതിനെ അവിടെ പുലിയുടെ മടയിൽ പോയി കൊല്ലണം. അതെ, ആ ടെക്നിക്കിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇനിയിപ്പോൾ അത് കാണാം നമുക്ക്. ഇത്ര നേരം നമ്മൾ ബോട്ടിൽ നിന്നാണ് കിങ് ഫിഷിനെ പിടിച്ചേട്ടോ. ഇനി അവരുടെ മടയിലേക്ക് ചെന്നിട്ട് ആ കൊമ്പന്മാരെ പിടിക്കുന്ന സെറ്റപ്പാണ് ഡൈവ് ഫിഷിങ്. ഇവരിതേ വെറ്റ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി തോക്ക് പോലത്തെ ഒരു സാധനം എടുത്തിട്ട് ഇറങ്ങാൻ പോകട്ടോ. ഡൈവ് ഫിഷിങ്ങിൽ
പോയി മീനൊക്കെ അടിച്ചെടുക്കുന്നത് വളരെ നമുക്ക് കാണാൻ കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് ശരിക്കും വളരെ പ്രൊഫഷണലായിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് മെയിനായിട്ട് 2 തരമുണ്ട്. ഒന്ന് ഫ്രീ ഡൈവിംഗ് ഉണ്ട്, ഒന്ന് സ്കൂബ ഡൈവിംഗ് ഉണ്ട്. ഇന്ന് ഇവർ ചെയ്യുന്നത് ഫ്രീ ഡൈവിംഗ് ആണ്. അപ്പോൾ ഒരു 10-14 മീറ്റർ വരെ താഴ്ചയിലേക്ക് അവർ പോകും. ഇത് ഒരിക്കലും പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ചെയ്യേണ്ട കാര്യമല്ല. ബ്രീത്തിങ്ങും അതിൻ്റെ ഈക്വിലിബ്രിയവും ഒക്കെ മാനേജ് ചെയ്ത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാര്യം നമ്മൾ ടാർഗറ്റഡ് ഫിഷിങ്ങിനാണ് വന്നത്. പക്ഷേ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ നമ്മുടെ വൈഫ് ഒരു കാര്യം പറഞ്ഞിരുന്നു, പിങ്ക് മേവ് കിട്ടുവാണെങ്കിൽ ഒരെണ്ണമെന്ന്. അതേ സാധനം നമ്മൾ കയറ്റിക്കൊണ്ട് വന്ന് നമ്മുടെ കയ്യിൽ ഇതിങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 5 സ്നാപ്പറിനെ 2 കിങ് ഫിഷിനെയൊക്കെ വെച്ച് മറ്റുള്ളവർ എക്സ്ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ മലയുടെ ചുറ്റും ഇത്രയും മീനുകളുണ്ട്, ഒരു പക്ഷേ ലക്ഷക്കണക്കിന് മീനുകളുണ്ട്. എൻ്റെ മനസ്സിൽ എപ്പോഴും ടെംപ്റ്റേഷൻ ഉണ്ട് ആ ചൂണ്ട എറിഞ്ഞ് അവരൊന്ന് പൊക്കിയെടുത്താലോ എന്ന്. പക്ഷേ ഉണ്ടല്ലോ, ഈ ഡൈവ് ചെയ്യുന്ന സമയത്ത് 2 പേരാണ് ഡൈവ് ചെയ്യുന്നത്. ആ സമയത്ത് ആർക്കെങ്കിലും ഒരു അപകടം പറ്റിയാൽ അവരുടെ ഹാൻഡ് സിഗ്നൽ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ബോട്ടുമായിട്ട് അവിടെ ചെന്ന്, അപകടം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ബ്രീത്തിങ്ങിലുണ്ടാകുന്ന പ്രശ്നമായിരിക്കാം, ഫിസിക്കൽ പ്രോബ്ലംസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ അവിടെ ഷാർക്കോ അങ്ങനെ എന്തെങ്കിലും അവരെ അറ്റാക്ക് ചെയ്യാൻ എന്തായിരിക്കാം. അപ്പോൾ ഞാൻ ഫുള്ളി അവെയറായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതാണ് നമ്മൾ ബോട്ടിൽ നിൽക്കുമ്പോൾ ഉള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ബോട്ടിൽ ഒരു ഡൈവ് ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. കാരണം മറ്റുള്ള ബോട്ടുകൾക്ക് കാണുമ്പോൾ ഈ ബോട്ടിൽ നിന്നുള്ള ആൾക്കാർ ഡൈവ് ചെയ്യാന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കാനായിട്ടാണ്, അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. Straight into the reef. Yeah, he's a good bugger. Luckily we got into another shot. Oh, yeah. Another shot in his head. Oh, so that's why you called him for the backup. Yeah. Yeah. Now. Yeah. You take this pair out or? No, it is. Woohoo! Yeah, nice. ഇതുപോലുള്ള സുന്ദരമായ കടലിലെ കാണാ കാഴ്ചകളും പലതരത്തിലുള്ള മീനുകളും മീൻപിടുത്ത രീതികളും തേടിയുള്ള ഈ ചൂണ്ടപ്രേമിയുടെ യാത്ര തുടരുകയാണ്. ആ യാത്രയിൽ ഞാൻ കാണുന്ന കടൽ കാഴ്ചകളെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ചൂണ്ടപ്രേമി ഇനി വരുന്നതാണ് അടുത്ത എപ്പിസോഡ്. ബൈ ഫോർ നൗ. ഗോപ്രോ വെള്ളത്തിൽ മുക്കിട്ട് എൻ്റെ ആണോ? അടിപൊളി. എന്റെ മോനെ നിങ്ങളുടെ നോക്ക് പെട്ട നോക്ക് കണ്ടില്ലേ? ആ എന്റെ ഫുൾ പവർ കേട്ടോ. ഈ ഒരു ഫീലാണ് ഇവിടെ മൊത്തം ചെതുമ്പില പോറ്റിട്ട് പോക്കെ. കുറെ നാളായി ഞാൻ അങ്ങനെ ആ ഒരു റോഡും റീലും കൊണ്ട് കുറച്ചു നേരം ഒന്ന് ഒരു വില്ല് മീനെ വലിച്ചു ചെയ്തിട്ട്. ഇങ്ങനെ പേര് മാറ്റിക്കോട്ടോ പണ്ടരം. പക്ഷെ എത്രയൊക്കെ ആണെങ്കിലും എത്ര എക്സൈറ്റഡ് ആണെങ്കിലും ഞങ്ങൾ മറക്കാത്തൊരു കാര്യമുണ്ട്, ലൈഫ് ജാക്കറ്റ്.